യേശുവിൽ സ്നേഹമുള്ള വിശ്വാസികളെ, സിനഡ് കുർബാന ആഗ്രഹിക്കുന്ന വിശ്വാസികളെ, എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇന്ന് നടന്ന മാമാങ്കം എന്തായിരുന്നു? കാലത്ത് ഞാൻ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞതായിരുന്നു, എല്ലാവരും സിനഡ് കുർബാന ഏത് സമയത്ത് വെച്ചാൽ പോലും അതിൽ അറ്റൻഡ് ചെയ്യണം, അത് വളരെ ഭംഗിയാക്കി അതിൻ്റെ മാക്സിമം ലെവൽ കീപ്പ് ചെയ്യണമെന്നുള്ളത്. ഇന്ന് നടന്ന എല്ലാ പള്ളികളിലും 350-400 ഇടയ്ക്ക് ആൾക്കാരിൽ കുറവില്ലാതെയാണ് അറ്റൻഡ് ചെയ്തിരുന്നത്. കാലത്ത് ഞാൻ ഇത് പറഞ്ഞായിരുന്നു, സിനഡ് കുർബാന എത്തിക്കുന്നേക്കാൾ ഞങ്ങൾ പോയി ആത്മഹത്യ ചെയ്ത് കളയും, ജീവൻ ബലി കൊടുക്കും, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അവസാനം ഇവിടെ ശവപ്പെട്ടി കടക്കാർക്ക് പ്രശ്നമാകും, അവർക്ക് സപ്ലൈ ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഈ കുർബാന കഴിഞ്ഞോടുകൂടി, ഈ സിനഡ് കുർബാന, അതായത് അസമയത്തുള്ള ഈ സിനഡ് കുർബാന കഴിഞ്ഞതോട് കൂടിയിട്ട് ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, ഈ ശവപ്പെട്ടിക്കാർ, അവരുടെ കടക്കാർ, ഈ ശവപ്പെട്ടി വിൽക്കുന്ന കടക്കാർ, അവർ ആത്മഹത്യക്ക് ശ്രമിച്ചു. എന്താണെന്ന് വെച്ചാൽ, സിനഡ് കുർബാന എത്തിക്കുക അല്ലാതെ ഒരാൾ പോലും സിനഡ് കുർബാന എത്തിക്കാതിരുന്നു കൊണ്ട് ആത്മഹത്യ ചെയ്യാൻ പോയില്ല. അപ്പോൾ എന്തുണ്ടായി? ഇവരുടെ പെട്ടി വിറ്റില്ല, ഇവർ ആത്മഹത്യക്ക് ശ്രമിക്കുകയാണ്. ഇപ്പോൾ അതാണ് കണ്ടീഷൻ. കുറേ പേരൊക്കെ നമ്മൾ തന്നെ മാറ്റി നിർത്തി. ഏതായാലും വളരെ ഭംഗിയായിട്ട് ഇന്നത്തെ സിനഡ് കുർബാന അർപ്പിക്കപ്പെട്ടു. ആ കുർബാനയിൽ കാക്കനാട് സെയിൻറ്റ് ഫ്രാൻസിസ് അസിസി പള്ളിയിൽ ഏകദേശം 1000-ൽ കൂടുതൽ ആൾക്കാരാണ് ആ കുർബാനയ്ക്ക് പങ്കെടുത്തത്. എന്ത് വന്നാലും ശരി, അവിടെ എല്ലാ ദിവസമുള്ള കുർബാനയ്ക്കും ആൾക്കാർ ആവശ്യമുള്ളൂ. പക്ഷേ ഇന്നത്തെ ദിവസം മിക്ക പള്ളികളിൽ നിന്നും, മിക്ക വേറെ സ്ഥലങ്ങളിൽ നിന്നും വന്ന് പങ്കെടുത്ത സംഖ്യ നോക്കുകയാണെങ്കിൽ 1000 ചില്ലാൻ പേരോളം വന്നിട്ടുണ്ടായി. അത് കഴിഞ്ഞിട്ട് ഇന്ന് സെയിൻറ്റ് തോമസ് ഡേയുടെ ദുഃഖാന ദിനാചരണത്തോട് കൂടിയിട്ട് ഒരു മാർക്കം കളിയും വെച്ചിരുന്നു. അത് പള്ളിയുടെ മുമ്പിൽ തന്നെ, പള്ളിയുടെ ഫ്രണ്ട് വശത്തുള്ള ആ ഭാഗത്ത് കവേർഡ് സ്ഥലത്ത് മാർക്കം കളി വെച്ചിരുന്നു. അതും സംബന്ധിക്കാനായിട്ട് ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. 7 മണിക്ക് 6:30 തുടങ്ങിയ കുർബാനയുടെ കാര്യങ്ങളും ഇതെല്ലാം കൂടി അവസാനിച്ചു വന്നപ്പോൾ മണി 8 കഴിഞ്ഞു. എന്നാലും ആൾക്കാർക്ക് ഒരു കുറവുണ്ടായിരുന്നില്ല. അപ്പോൾ അത്രയും സ്വീകാര്യമാണ് ഈ സിനഡ് കുർബാന എന്ന് നമ്മുടെ പിതാക്കന്മാർ ഒരിക്കലെങ്കിലും മനസ്സിലാക്കിയാൽ എത്ര നന്നായിരുന്നു. ഈ സിനഡ് കുർബാനയുടെ അനുകൂലികൾ ഇത്രയും പേരുള്ള കാര്യം അവർ മനസ്സിലാക്കേണ്ടതല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഇന്ന് നടന്നതിനെ ചൊല്ലി എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഇനി ജനാഭിമുഖ കുർബാനയുടെ കാര്യങ്ങൾ എന്താകും? അവരെങ്ങോട്ട് പോകും? ഈ സിനഡ് കുർബാനയ്ക്കാണ് ആൾക്കാർ കൂടുതലുള്ളതെന്നുള്ള കാര്യം ഇന്നത്തോടു കൂടി എല്ലാവർക്കും മനസ്സിലായല്ലോ. എന്ത് വന്നാലും ശരി പിതാക്കന്മാരെ, ഈ സിനഡ് കുർബാനയുടെ കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ പിതാക്കന്മാരുടെ ഐഡിയയിൽ ചെയ്തോ, ഒരു കുഴപ്പമില്ല. പിതാക്കന്മാർ അങ്ങോട്ട് തിരിയാൻ പറഞ്ഞ് അങ്ങോട്ട് തിരിഞ്ഞു, പിതാക്കന്മാർ ഇങ്ങോട്ട് തിരിയാൻ പറഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ എന്തായാലും ഈ ഇന്നത്തെ ഒരു പരീക്ഷണാർത്ഥമായിക്കോട്ടെ, അല്ലെങ്കിൽ നല്ലൊരു ഇതിലായിക്കോട്ടെ, എന്ത് വന്നാലും ശരി, ഇന്നത്തെ കുർബാനയുടെ അറ്റൻഡൻസ് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. ഉള്ള പള്ളികളിലും കുർബാന നടന്ന എല്ലാ പള്ളികളിലും ഒന്ന് വിളിച്ചു നോക്ക്, അല്ലെങ്കിൽ അവിടുത്തെ എല്ലാം ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. അവിടെ നടന്നത് എല്ലാം ഭയങ്കരമായൊരു അത്ഭുതമായിട്ട് തന്നെ എല്ലാവർക്കും ഇപ്പോൾ തോന്നിയേക്കാം. എന്ത് വന്നാലും ശരി, ഈ പരിസരം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇത് നടക്കുന്നുണ്ടെങ്കിൽ ആ പരിസരം മുഴുവൻ നിറയാനുള്ള ആൾക്കാർ വരും എന്നുള്ള ഒരു ധാരണ അത് ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇന്നത്തെ ആൾക്കാർ വന്നതും. ഇന്നത്തെ ആൾക്കാർ ഈ സിനഡ് കുർബാനയുടെ അറ്റൻഡൻസ് ഒട്ടും കുറയാതെ തന്നെ മുന്നോട്ട് കീപ്പ് ചെയ്യുകയും ചെയ്യും. അതേപോലെ തന്നെ മുന്നോട്ട് നീങ്ങും. മാക്സിമം ലെവലിൽ കുർബാന നടക്കുകയും ചെയ്യും. മാക്സിമം ലെവലിൽ ആൾക്കാർ അറ്റൻഡ് ചെയ്യുകയും ചെയ്യും. ഈ കാര്യങ്ങളൊന്ന് പിതാക്കന്മാർ മനസ്സിലാക്കിയിട്ട് മുന്നോട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ മുന്നോട്ടുള്ള ഓരോ ചുവടൊപ്പം, മാർഗരേഖയായിക്കോട്ടെ, ദിശാരേഖയായിക്കോട്ടെ, എന്തായാലും ശരി, ടൂലിപ്പ് ചാർട്ട് ആയിക്കോട്ടെ, എന്ത് വന്നാലും ശരി, അതൊന്ന് ക്ലിയറാക്കി കൊടുത്താൽ വളരെ ഭംഗിയായിരിക്കും എന്ന് ഞാൻ ഈ വിശ്വാസികളുടെ എല്ലാവരുടെയും ഒരു ഇതിൻ്റെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് ഞാനും ഇത് റിക്വസ്റ്റ് ചെയ്യുന്നു. പിതാക്കന്മാർ ഇതിന് ഒന്ന് ഗവനിക്കണം എന്ന് മാത്രം പറയുന്നു.